കഴിഞ്ഞ ദിവസമാണ് വിനു അനുമോളെ അൺഫോളോ ചെയ്തതായിട്ടും അതുപോലെ തന്നെ അനുമോള് വിനുവിനെ അൺഫോളോ ചെയ്തതായിട്ടും ഒരു കോൺട്രവേഴ്സി ഒക്കെ ഉണ്ടായത്. രണ്ടുപേരും ഇൻസ്റ്റാഗ്രാമിൽ അങ്ങോട്ടും ഇങ്ങോട്ടും അൺഫോളോ ചെയ്തു. അപ്പൊ തന്നെ പലരും ചോദിച്ചിരുന്നു എന്താണ് ഇതിന്റെ വിഷയം, എന്താണ് ഇവർ തമ്മിൽ അടിച്ചു പിരിഞ്ഞോ എന്നൊക്കെയായിരുന്നു ചോദ്യം. എന്തായാലും അതിനുള്ള ഒരു ചെറിയൊരു ഉത്തരം കിട്ടിയിട്ടുണ്ട്. എന്തോ ഒരു തെറ്റിദ്ധാരണയുടെ മേളിലാണോ അതോ എന്താണെന്ന് അറിയില്ല. എന്തായാലും രണ്ടുപേരും സ്നേഹത്തോടെ തന്നെ പിരിഞ്ഞു എന്നാണ് അറിയാൻ കഴിയുന്നത്. അതിന് കുറച്ച് കാര്യങ്ങളുണ്ട്. അതും ഈ പറയുന്ന ബിന്നിയുമായിട്ട് ബന്ധപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത്. എന്താന്ന് വെച്ചാൽ ബിന്നിയെയും ബിന്നിയുടെ ഹസ്ബൻഡിനെയും കണ്ടപ്പോൾ വിനു പറഞ്ഞ കുറെ കാര്യങ്ങൾ, അതാണ് പിണക്കത്തിന് കാരണം എന്നാണ് പറയുന്നത്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഹൈപ്പ് ചെയ്യണം, ലൈക്ക് ചെയ്യണം, കമന്റ് ചെയ്യണം. അതുപോലെ തന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പൊ എന്തായാലും ഇപ്പോൾ ഷെഫീന ബീവി എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു വോയിസ് വന്നിട്ടുണ്ട്. എന്നുവെച്ചാൽ ദുബായിൽ വെച്ചിട്ട് അനുമോളെ ഇന്റർവ്യൂ ചെയ്ത ഇന്റർവ്യൂവിൽ അനുമോള് പറയുന്നുണ്ട് എന്നാണ് പറയുന്നത്. എന്തുകൊണ്ട് വിനുവിനെ അൺഫോളോ ചെയ്തു, എന്തെങ്കിലും പ്രശ്നമുണ്ടോ എന്നുള്ള ചോദ്യത്തിന് മറുപടി കൊടുത്തു എന്നാണ് പറയുന്നത്. അതിനകത്ത് കുറെ കാര്യങ്ങൾ പറയുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം വിനു ആണെങ്കിൽ ഈ പറയുന്ന ഷെഫീന ബീവിയുടെ യൂട്യൂബ് ചാനലിന് താഴെ തന്നെ ഒരു കമന്റ് ചെയ്തിട്ടുണ്ട്. അത് ഷെഫീന ബീവി ഇതുപോലെ പിൻ ചെയ്ത് വെച്ചിട്ടുമുണ്ട്. ഇപ്പൊ എന്തായാലും നമുക്ക് ആ വോയിസ് ക്ലിപ്പ് ഒന്ന് കേൾക്കാം. കണ്ടു അനുമോളും പി ആർ വിനുവും തമ്മിലുള്ള പ്രശ്നം. അപ്പൊ ഞാൻ കഴിഞ്ഞ ദിവസം അനുമോളുടെ ഒരു ടോക്ക് ഷോ ഉണ്ടായിരുന്നു അവിടെ ദുബായിൽ വെച്ചിട്ട്. അപ്പൊ ഞാൻ അവിടെ പോയിട്ടുണ്ടായിരുന്നു, അനുമോളൊക്കെ കണ്ടതാണ്. അപ്പോൾ അതിൽ വെച്ചിട്ട് ഇന്റർവ്യൂ ചെയ്തിരുന്ന ഹൈദരലി ഈ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പൊ അത് അനു കറക്റ്റ് ആയിട്ടുള്ള ഒരു ഉത്തരം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് എത്ര പേർക്ക് വിശ്വാസമാണ് എന്തോന്നില്ല, കേട്ടപ്പോൾ എനിക്ക് വിശ്വാസം തോന്നി. അതുകൊണ്ടാണ് നിങ്ങളുടെ ആ ഒരു വീഡിയോ കണ്ടപ്പോൾ ഇങ്ങനെ ഒരു മെസ്സേജ് അയക്കാമെന്ന് തോന്നിയത്. അപ്പോൾ അനുവിന്റെ അടുത്ത് ചോദിച്ചപ്പോൾ അനു പറഞ്ഞത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, കഴിഞ്ഞ ദിവസം മൈൽ സ്റ്റോൺ മേക്കേഴ്സിന്റെ ഒരു അവാർഡ് ഫംഗ്ഷൻ ഉണ്ടായിരുന്നു. അവിടെ വിനു പോയിട്ടുണ്ടായിരുന്നു. വിനുവിന് എന്തൊക്കെയോ അവാർഡ് കൊടുത്തിട്ടുണ്ടായിരുന്നു. അവിടെ വെച്ചിട്ട് ബിന്നിനെയും നൂബിനെയും കണ്ടപ്പോ വിനു പറഞ്ഞു, ഞാൻ എന്നെ ബന്ധപ്പെട്ടിട്ടുള്ള ആളുകളോ ആരും അനുവിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് ആർക്കും ബാഡ് കമന്റ് ഇടാനോ ബാഡായിട്ട് നിങ്ങളെ പോർട്രേ ചെയ്യാനോ ശ്രമിച്ചിട്ടില്ല എന്ന് പറഞ്ഞു. അതൊക്കെ ചെയ്തത് അനുവിന്റെ ബാക്കിയുള്ള ഫാൻസ് ഗ്രൂപ്പിലത്തെ ആളുകളാണെന്നും ആ ഫാൻസ് ഗ്രൂപ്പില് അനുവിന്റെ ചേച്ചി ആണ് ആ ഗ്രൂപ്പിലൊക്കെ ഉള്ളതെന്നും പറഞ്ഞു. അതായത് വിനു നെഗറ്റീവ് ആക്കാൻ നോക്കിയിട്ടില്ല, അനുവിന്റെ സിസ്റ്റർ ആണെന്നുള്ള രീതിയിൽ ഒരു ടോക്ക് ഉണ്ടായി. അപ്പോ ഇതിനകത്ത് പറയുന്നത് അനുമോളുടെ സിസ്റ്റർ ആണ് ഈ പറയുന്ന ബിന്നിക്കെതിരെയുള്ള അല്ലെങ്കിൽ ബിന്നിക്കെതിരെയുള്ള സൈബർ ആക്രമണത്തിന് നേതൃത്വം നൽകുന്നത് എന്നുള്ള രീതിയിൽ അവിടെ ബിനു സംസാരിച്ചു എന്നാണ് പറയുന്നത്. ബിന്നിയോടും ഹസ്ബൻഡിനോടും പറഞ്ഞിരിക്കാം, ഞാനല്ല ഇത് ചെയ്യുന്നത്, അത് എന്റെ ടീമേ അല്ല ചെയ്യുന്നത്. പക്ഷെ അവരുടെ വാട്സപ്പ് ഗ്രൂപ്പുകളും ഒക്കെ ഉണ്ട്, അനുമോൾക്ക് വാട്സപ്പ് ഗ്രൂപ്പുകളൊക്കെ ഉണ്ട്. അതിലൊക്കെ ഈ പറയുന്ന അനുമോളുടെ സിസ്റ്ററും ഉണ്ട്, അവരെല്ലാം കൂടെ ഉൾപ്പെടുന്നുണ്ട്. അപ്പം അതിൽ നിന്നൊക്കെയാണ് നിങ്ങൾക്ക് ബാഡ് കമന്റ് വരുന്നത് എന്ന് അവരോട് പറഞ്ഞു. പക്ഷെ അങ്ങനെ അവർ വിനു പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആ തെണ്ടിത്തരമാണ് ആ പറഞ്ഞത്. ഞാൻ അങ്ങനെ തന്നെ പറയത്തുള്ളൂ. കാരണം ഈ വിനുവിനെ കുറിച്ച് ആദ്യമേ എല്ലാവരും പറഞ്ഞിരുന്നു, വിനു ആണെങ്കിൽ ചതിക്കും, കൂടെ കൊണ്ട് നടക്കുന്നത് ശരിയല്ല, വിനുവിന് ആദ്യം ഓവർ ഫ്രീഡം ഈ അനുമോൾ കൊടുക്കരുത് എന്നൊക്കെ എല്ലാവരും പറഞ്ഞിരുന്നതാണ്. അപ്പോഴും ഞാൻ വിനുവിനെ ഒക്കെ സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ഇടയ്ക്ക്, വിനു അങ്ങനെ ചെയ്യത്തില്ല എന്നുള്ള രീതിയിൽ. പക്ഷെ ഈ വോയിസ് കേട്ടപ്പോൾ എനിക്ക് തോന്നിയത് അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ അത് തെണ്ടിത്തരമാണെന്നേ ഞാൻ പറയത്തുള്ളൂ. അതുപോലെ തന്നെ മറ്റൊരു കാര്യം ഇതിനകത്ത് പറയാനുള്ളത്, ആ ടോക്ക് ഷോ ഇതുവരെ വെളിയിൽ വന്നിട്ടില്ല. ആ ടോക്ക് ഷോ വെളിയിൽ വരുമ്പോഴേ അനുമോൾ എന്താണ് കൃത്യമായിട്ട് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാകത്തുള്ളൂ. പക്ഷെ ഇപ്പൊ വെളിയിൽ ഈ പറയുന്ന വോയിസ് മുഖേന നമ്മൾ പറയുകയാണെങ്കിൽ വിനു അങ്ങനെ അവരുടെ ആ ചേച്ചിയെ അങ്ങനെ ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഞാൻ പുണ്യാളനും അത് ബാക്കിയുള്ള ചേച്ചിയൊക്കെയാണ് ഈ പറഞ്ഞ അനുമോളുടെ ചേച്ചിയാണ് ബാക്കിയെല്ലാം ചെയ്യുന്നതെന്ന് പറഞ്ഞ് എല്ലാം കൊണ്ട് അവരുടെ തലയിലാണ് വെച്ചത് എങ്കിൽ വിനു ചെയ്തത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തെണ്ടിത്തരം തന്നെയെന്ന് നമുക്ക് പറയേണ്ടി വരും. എന്നാൽ വിനുവിനെ വിശ്വസിക്കാൻ പാടില്ല, കൂടെ കൊണ്ട് നടക്കരുതെന്ന് ഈ സോഷ്യൽ മീഡിയ മൊത്തവും അനുമോളോട് പറഞ്ഞ കാര്യം തന്നെയാണ്. എന്തെങ്കിലും പൈസ കൊടുക്കാനുണ്ടെങ്കിൽ അത് കൊടുത്ത് വിനുവിനെ ഒഴിവാക്കി നിർത്തണം എന്ന് സോഷ്യൽ മീഡിയ ഒരുപാട് കടന്ന് പറഞ്ഞതാണ്. എല്ലാവരും, ആരാധകർ ഉൾപ്പെടെ, അനുമോളുടെ ആരാധകർ ഉൾപ്പെടെ പറയുന്നത് നമ്മളെല്ലാവരും കേട്ടതാണ്. പലരും വീഡിയോ വരെ ചെയ്തതാണ്. പക്ഷെ അതെല്ലാം ശരിവെക്കുന്ന രീതിയിലാണ് ഇപ്പോൾ വരുന്ന ഈ വോയിസ്. ഈ അനുവിന്റെ സിസ്റ്ററുടെ ഭർത്താവിന്റെ ഒരു ഫ്രണ്ട്, നൂബിന്റെ ഒക്കെ ഫ്രണ്ടാണ്, അയാളും ആ അവാർഡ് ഷോയിൽ ഉണ്ടായിരുന്നു. അപ്പൊ ആ ആള് വിളിച്ചിട്ട് അനുവിന്റെ സിസ്റ്ററോട് ഇങ്ങനെ പറഞ്ഞു ഇങ്ങനെ വിനു ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അത് കേട്ടപ്പോ അനുവിനും അനുവിന്റെ സിസ്റ്ററിനും ഭയങ്കര വിഷമായി. കാരണം അനുവിന്റെ സിസ്റ്റർ അങ്ങനെ ഭയങ്കര ഒരു അത്ര ഒരു ഇതായിട്ട് ആക്റ്റീവായിട്ടോ അല്ലെങ്കിൽ അനുവിനെ മാതിരി സംസാരിക്കുന്ന ആളോ അങ്ങനെയൊന്നുമല്ല. അപ്പൊ അവരറിയാത്തൊരു കാര്യം വിനു എന്തിനെ ഇങ്ങനെ പോയി പറഞ്ഞു എന്നുള്ള രീതിയിൽ, അനുവിന്റെ ഫാമിലിനെ താഴ്ത്തി കെട്ടുന്ന രീതിയിൽ എന്നുള്ള രീതിയിൽ അനുവിനും സിസ്റ്റർക്കും വിഷമായി. അപ്പൊ അത് പറയാൻ വേണ്ടിയിട്ട് അനു
വിനുവിനെ വിളിച്ചു സംസാരിച്ചു. അതില് അവർ തമ്മിൽ ഒന്ന് രണ്ട് പറഞ്ഞു, നല്ല ദേഷ്യപ്പെട്ടു എന്ന് പറഞ്ഞു അനു വിനുവിന്റെ അടുത്ത്. അതിനുശേഷം ഇൻസ്റ്റാഗ്രാമിൽ അൺഫോളോ ചെയ്തു, വാട്സപ്പിൽ നിന്ന് ഇത് ബ്ലോക്ക് ചെയ്തു എന്നാണ് അവന് പറഞ്ഞത്. പക്ഷെ ആ കുട്ടി ആ സമയത്തെല്ലാം പറഞ്ഞിട്ടുണ്ട്, വിനു എനിക്ക് നല്ല സഹായമാണ് ചെയ്തത്, വിനു ചെയ്തെന്ന സപ്പോർട്ടൊന്നും ഞാൻ മറക്കില്ല, അതെനിക്ക് ഇപ്പോഴും ഇതാണ്. ഞാൻ പുറത്തിറങ്ങിയ സമയത്ത് പലരും എൻ്റെ അടുത്ത് പറഞ്ഞു, വിനുവിനെ വിശ്വസിക്കരുത്, വിനു കാരണമാണ് നിനക്ക് നെക്കായത്, അപ്പൊ വിനു അനാവശ്യമായിട്ടുള്ള ഇന്റർവ്യൂ കൊടുത്തിട്ടാണെന്നുള്ളതൊക്കെ പറഞ്ഞു. ഞാൻ ഒരൊറ്റ ഇന്റർവ്യൂ പോലും വിനു കൊടുത്ത് കാണാനോ ഇതാക്കാനോ നിന്നില്ല. എനിക്ക് ഒരാളും ചെളി വാരി എറിയുന്നത് ഇഷ്ടമല്ല, ഞാനത് ചെയ്യില്ല. പിന്നെ അതുകൊണ്ടാണ് ഈ എന്താണ് ഇത് ഒഴിവാക്കിയെന്ന് പറഞ്ഞത്. അപ്പോഴും വിനുവിനെ എതിരായിട്ടോ നെഗറ്റീവായിട്ടോ ഒന്നും അനു പറഞ്ഞിട്ടില്ല. ജസ്റ്റ് ഇത്താടെ ഒരു വീഡിയോ കണ്ടതുകൊണ്ട് പറയാണ്, അതായത് സഹായിച്ച ആളെ അനു തിരിച്ച് ഇതാക്കിയിട്ടൊന്നുമില്ല. അനു ഇപ്പോഴും പറയുന്നത് എന്തെങ്കിലും പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ആയിക്കോട്ടെ, കുഴപ്പമില്ല, എനിക്കതിലൊന്നൊരു വിഷമമില്ല, അതെല്ലാം അവിടെ കഴിഞ്ഞു. ഇപ്പോ ഈ ഒരു സംഭവത്തിന്റെ പേരിലാണ് ഒന്ന് മാറി നിൽക്കുന്നത്. പിന്നെ അത് മാത്രമല്ല, ഇവരെ തമ്മില് വിനു അനുവിനെ കല്യാണം കഴിക്കുവോ അങ്ങനെയും ഒരു ടോക്ക് ഉണ്ടാവുന്നുണ്ട്. അപ്പൊ ഇതെല്ലാം കൂടി ആയപ്പോഴാണ് തോന്നുന്നുണ്ട് അത് അവര് ഇങ്ങനെ ഒന്ന് മാറി ഇതായി എന്ന് വെച്ചാൽ ഒന്ന് സെപ്പറേറ്റഡ് ആയിട്ട് ഇതാക്കുന്നത്. അപ്പോഴും അനു പറയുന്നുണ്ട്, വിനു ചെയ്ത എല്ലാ സപ്പോർട്ടും അവൾക്ക് മറക്കാൻ പറ്റില്ല, ഞാൻ ഒരിക്കലും ആളെ കുറ്റം പറയില്ല എന്നും പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾക്ക് കേട്ടല്ലോ, നിങ്ങൾക്ക് മനസ്സിലായി കാണുമല്ലോ എന്താണ് എന്നുള്ളത്. ഈ വിനു പറയുന്നത് ഈ പറയുന്ന അനുമോളുടെ സിസ്റ്ററിന്റെ ഹസ്ബൻഡിന്റെ ഒരു കൂട്ടുകാരന് കേൾക്കുകയും ആ കൂട്ടുകാരൻ വിളിച്ചിട്ട് ഈ അനുമോളോട് ഇത് പറയുകയും ചെയ്തു, അനുമോളുടെ സിസ്റ്ററിനോട് ഇത് പറയുകയും ചെയ്തു. ഇത് കേട്ടപ്പോൾ അവർ തന്നെ ഞെട്ടിക്കാണും. ഇങ്ങനെ നമ്മുടെ കൂടെ ഇരുന്നിട്ട് നമ്മുടെ കൂടെ ഇത് പറയുന്ന പോലെ ഉദ്ഘാടനത്തിനൊക്കെ കൂടെ പോയിരുന്നു, അനുമോളുടെ കൂടെ ഉദ്ഘാടനത്തിനും എല്ലാ കാര്യങ്ങൾക്കും വിനു കുറച്ചു ദിവസം കൂടെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കൂടെ നടന്നിട്ട് ഇപ്പൊ വെളിയിലും അനുമോളെയും കൂടെ നടന്നിട്ട് അനുമോൾക്ക് പിന്നിൽ നിന്ന് കുത്തുമായിരുന്നു എന്ന് തന്നെ നമുക്ക് പറയാം. ബിഗ് ബോസ് ഹൗസിനകത്ത് എന്താണ് നടന്നുകൊണ്ടിരുന്നത് അതിപ്പോ വെളിയിലും നടക്കുന്നു എന്നുള്ളതാണ്. എന്തായാലും അങ്ങനെ ഒരു സംഭവം ബിനു അവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലും ബിനുവിൽ നിന്ന് അകന്നു നിൽക്കുന്നതാണ് അനുമോൾക്ക് എപ്പോഴും നല്ലത്. അതുപോലെ തന്നെ ഈ വോയിസിൽ തന്നെ പറയുന്നുണ്ട്, അനുമോൾ ഒരിക്കലും വിനുവിന്റെ പഴയ ഇന്റർവ്യൂസ് ഒന്നും കാണാനൊന്നും പോയിട്ടില്ല, വിനുവിനെ നെഗറ്റീവ് ആക്കി എങ്ങും സംസാരിച്ചിട്ടില്ല, അതെല്ലാം ശരിയാണ്. അതുപോലെ തന്നെ വിനു ചെയ്ത ഉപകാരങ്ങളൊന്നും ഒരിക്കലും മറക്കില്ല എന്നൊക്കെ പറയുന്നുണ്ട്, അതെല്ലാം കറക്റ്റ് കാര്യങ്ങളാണ്. പക്ഷേ വിനു എന്താണ് ചെയ്തത്? അനുമോളെ വെച്ചുകൊണ്ട് തന്നെ കണ്ടന്റ് ഉണ്ടാക്കുമല്ലായിരുന്നു കുറെ കാലം. ഈ ബിഗ് ബോസ് തുടങ്ങിയത് പിന്നെ ഈ PR കാര്യങ്ങളൊക്കെ വെളിയിൽ വന്ന ശേഷം ഈ പറഞ്ഞ സായിയുടെ ചാനലിൽ സായി പറഞ്ഞിരുന്നു PR ഇന്ന ആളായിരുന്നു എന്ന് പറഞ്ഞപ്പോൾ അതിനുശേഷം വിനു ആണെങ്കിൽ വിനു മെയിൻ സ്ട്രീമിലേക്ക് വരാൻ വേണ്ടിയിട്ട് വിനു കുറച്ച് കാര്യങ്ങളൊക്കെ കാട്ടിക്കൂട്ടിയായിട്ട് എനിക്ക് തോന്നുന്നു. എന്ന് വെച്ചാൽ വിനു ആണ് അനുമോളുടെ PR എന്ന് പറഞ്ഞ് പബ്ലിക്കിലേക്ക് പറയുകയും അതുപോലെ തന്നെ അത് കാരണം തന്നെ അനുമോൾക്ക് ഒരുപാട് സൈബർ അറ്റാക്ക് നേരിടേണ്ടി വരികയും ചെയ്തിട്ടുണ്ട്. എന്ന് വെച്ചാൽ അത് പബ്ലിക്കിൽ ഇങ്ങനെ നിൽക്കാൻ വേണ്ടി വിനു ആണെങ്കിൽ ഓരോ ദിവസവും ഓരോ ഇന്റർവ്യൂസ് കൊടുത്തുകൊണ്ടിരിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്തോ ആയിക്കോട്ടെ, എന്തായാലും അതിന് ഒരു റിസൾട്ട് ഉണ്ടായി എന്നുള്ളത് സത്യമാണ്. വിനുവിനെ ആ കാര്യത്തിലൊന്നും തള്ളി പറയാൻ പറ്റത്തില്ല. വിനു PR എടുത്തിട്ടുണ്ടെങ്കിൽ വിനു അത് കൃത്യമായിട്ട് അത് ചെയ്യുകയും കപ്പ് വാങ്ങിച്ചു കൊടുക്കുകയും ചെയ്തിട്ടുണ്ട്. വിനുവിൻ്റെതായ ജോലി ചെയ്തിട്ടുണ്ട് കൃത്യമായിട്ട്. പക്ഷെ ആ ജോലി ചെയ്തു എന്ന് പറഞ്ഞ് അതിനുള്ള ശമ്പളവും പറ്റിക്കഴിഞ്ഞിട്ട് പിന്നെ അത് വെച്ചൊരു കണ്ടന്റ് ഉണ്ടാക്കാൻ ശ്രമിക്കുന്നത് ശരിയല്ല എന്നാണ് എനിക്ക് പറയാനുള്ളത്. രണ്ടാമത്തെ കാര്യം, ബിനു ആണെങ്കിൽ ഇങ്ങനെയുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഒരാളോട് സംസാരിക്കുമ്പോൾ ബിന്നിയോടായിക്കോട്ടെ, ബിന്നിയുടെ ഹസ്ബൻഡിനോടായിക്കോട്ടെ സംസാരിക്കുമ്പോൾ വേണമെങ്കിൽ തന്റെ ഭാഗം ക്ലിയർ ചെയ്യാം. പക്ഷെ ആ തന്റെ ഭാഗം ക്ലിയർ ചെയ്യുമ്പം മറ്റൊരാളെ ഇട്ടുകൊടുക്കുന്നത് ഒരിക്കലും ശരിയായ നടപടിയല്ല. അത് ബിനു ചെയ്തിട്ടുണ്ടെങ്കിൽ, ഞാൻ പറഞ്ഞ ഷെബീന ബീവിയുടെ ചാനലിന് താഴെ തന്നെ വിനു വന്നിട്ട് വിനുവിന്റെ യൂട്യൂബ് ചാനലിൽ നിന്ന് കമന്റ് ചെയ്തിട്ടുണ്ട്. നമുക്ക് അതൊന്ന് വായിക്കാം. വിനു പറഞ്ഞേക്കുന്നത് എങ്ങനെയാണ്: ഹായ്, ഞാൻ വിനു വിജയ്, യഥാർത്ഥ കാരണം ഇതല്ല. ചിലർ അനുമോളെയും കുടുംബത്തെയും എന്നെ ഇഷ്ടപ്പെടാതിരിക്കാൻ പ്രേരിപ്പിച്ചു. അത് ഇംഗ്ലീഷിലാണ് അത് കൊടുത്തിരിക്കുന്നത്, ടൈപ്പ് ചെയ്തിരിക്കുന്നത്. ഞാൻ നിങ്ങൾക്ക് അറിയാൻ വേണ്ടി ട്രാൻസ്ലേഷൻ ഇട്ടാണ് ഞാനിവിടെ കാണിക്കുന്നത് കേട്ടോ. ഇംഗ്ലീഷിൽ ഞാൻ കാണിക്കാം. എന്നുവെച്ചാല് അനുമോളെയും കുടുംബത്തെയും വിനുവിനെയും തെറ്റിക്കാൻ വേണ്ടി പലരും ശ്രമിച്ചു എന്നാണ് പറയുന്നത്. ഇത് വളരെയധികം അസ്വസ്ഥതകൾ സൃഷ്ടിച്ചു. എന്റെ അന്തസ്സിൽ വിട്ടുവീഴ്ച ചെയ്യാൻ കഴിയാത്തതിനാൽ ഞാൻ എല്ലാത്തിൽ നിന്നും പിന്മാറാൻ തീരുമാനിച്ചു എന്നാണ് പറയുന്നത്. ഈ കാരണങ്ങൾ കൊണ്ടൊന്നുമല്ല ഞങ്ങൾ തമ്മിൽ പിണങ്ങിയത്. അത് അനുമോളുടെ കൂടെ ഞാൻ നടക്കുന്നതുകൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ അനുമോളെ ഞാൻ സപ്പോർട്ട് ചെയ്യുന്നതുകൊണ്ടായിരിക്കാം. ഒരുപാട് പേര്, ചിലരൊക്കെ അനുമോളെയും അനുമോളുടെ കുടുംബത്തെയും എന്നെയും തെറ്റിക്കാൻ വേണ്ടി ഒരുപാട് കാര്യങ്ങൾ അപ്പുറത്തും ഇപ്പുറത്തും നിന്ന് പറയുന്നു എന്നായിരിക്കാം ഇവിടെ വിനു ഉദ്ദേശിച്ചത്. എന്തായാലും വിനു പറയുന്നത് ഈ കാരണങ്ങൾ കൊണ്ടല്ല ഞങ്ങൾ പിണങ്ങിയത് എന്നാണ്. അതാണ് ഞാൻ പറഞ്ഞത്, ഇതിനൊരു ക്ലാരിറ്റി വരണമെങ്കിൽ ആ ഒരു ടോക്ക് ഷോ വെളിയിൽ വരണം. ആ ടോക്ക് ഷോ വെളിയിൽ വരുവാണെങ്കിൽ ഇനി ആ ഭാഗം അവിടുന്ന് കട്ട് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് അനുമോൾ പറയുവാണെങ്കിൽ നമുക്കത് വിശ്വസിക്കാൻ പറ്റും. അനുമോൾ എന്തായാലും അത് കൃത്യമായിട്ട് പറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനിയിപ്പോ ഇത്രയും കോൺട്രവേഴ്സി ആയ സ്ഥിതിക്ക് ഇനി അത് കട്ട് ചെയ്ത് കളയുമോ എന്ന് നമുക്ക് അറിയത്തില്ല.
എന്നാലും ഇപ്പൊ അറിഞ്ഞത് വെച്ചിട്ട് ബിനു പറയുന്നു ഇതൊന്നും അല്ല കാരണമെന്ന് ബിനു പറയുന്നു. പക്ഷെ ടോക്ക് ഷോ കണ്ട ആള് പറയുന്നു അനുമോള് പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ്. അനുമോളുടെ സിസ്റ്ററിനെയും ഒക്കെ വാട്സപ്പ് ഗ്രൂപ്പ് ഉള്ളത് കൊണ്ട് അനുമോളുടെ സിസ്റ്റർ നേതൃത്വം കൊടുത്തുകൊണ്ട് തന്നെയാണ് അതിനകത്തിരുന്ന് ബിന്നിയൊക്കെ അറ്റാക്ക് ചെയ്യുന്നത് എന്നുള്ള രീതിയിലാണ് ഇവിടെ സംസാരിച്ചിരിക്കുന്നത്. ഓക്കെ, അപ്പൊ അങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ ബിന്നിയെ തെറ്റ് പറയുന്നത് ഞാൻ കണ്ടു. അതിനകത്ത് ബിന്നി എന്ത് ചെയ്യുമെന്ന് എനിക്ക് മനസ്സിലാവുന്നില്ല. ബിന്നിയോട് കാര്യം പറഞ്ഞു, ബിന്നി അത് കേട്ടു. പക്ഷെ ബിന്നിയോട് തന്നെ ഇപ്പൊ എന്നോട് വന്നിട്ട് ഒരാൾ പറയാ നിന്നെ നെഗറ്റീവ് ആക്കാൻ ഞാനല്ല ശ്രമിക്കുന്നത്, ഇന്ന ആളുടെ ബ്രദറോ ഇന്ന ആളുടെ സിസ്റ്ററോ ആണ് ശ്രമിക്കുന്നതെന്ന് പറയുമ്പോൾ നമുക്ക് ഓട്ടോമാറ്റിക്കായിട്ടും അവരോട് ദേഷ്യം ഉണ്ടാവും, തീർച്ചയായിട്ടും ഉണ്ടാവും. അപ്പം അങ്ങനെ ഒരു ഇട്ടുകൊടുക്കലാണ് ഇവിടെ വിനു ഇട്ടുകൊടുത്തിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അത് ചെയ്തത് മഹാ തെണ്ടിത്തരമാണ് വിനു ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ന് തന്നെ ഞാൻ പറയും. ഇപ്പം വിനു ഇതിനകത്ത് പറയുന്നു ചെയ്തിട്ടില്ലെന്ന്, പക്ഷേ നേരിട്ട് ടോക്ക് ഷോ കണ്ടവർ പറയുന്നു ചെയ്തിട്ടുണ്ട് എന്നുള്ളത്. എന്തായാലും നിങ്ങൾ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യുക. ഈ ടോക്ക് ഷോ വരുന്നത് വരെ നമുക്ക് ക്ഷമിക്കാം. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.